ഞാൻ സംസാരിക്കുന്നില്ലല്ലോ. കല്ലൂസിന്റെ അമ്മയല്ലേ താല്പര്യം കാണിക്കാത്തത്? ചേച്ചിക്ക് എപ്പോഴും വീട്ടിൽ തന്നെ ഇരുന്നാൽ മതി. ട്രിപ്പായിരുന്നോ ചർച്ച? എങ്ങനെയെങ്കിലും ചേച്ചി സോപ്പിട്ട് കയ്യിലെടുക്കണം. ഓക്കെ. ഹലോ ഗൈസ്, അങ്ങനെ നമ്മുടെ പാറമട വീട്ടിൽ നിന്നും ഒരു കിടിലൻ ട്രിപ്പ് പോകുന്നു. അതേ കൂട്ടുകാരെ, കുറെ ദിവസത്തിന് ശേഷം സിദ്ധു അളിയൻ തിരികെ വന്നിട്ടുണ്ടേ. അപ്പൊ നമ്മുടെ പാറക്കുട്ടിക്ക് ഒരു ആഗ്രഹം, സിദ്ധു അളിയ വെക്കേഷനൊക്കെ അല്ലേ, എനിക്കും കല്ലുമോൾക്കൊക്കെ ഒരു ആഗ്രഹമുണ്ട്, എല്ലാവരും കൂടി ഒരു ട്രിപ്പ് പോകണം എന്നും പറഞ്ഞിട്ട്. അപ്പൊ തന്നെ നമ്മുടെ സിദ്ധു അളിയൻ പറയുന്നുണ്ട്, ഓ ഈ കല്ലുമോളുടെ അമ്മ തന്നെയല്ലേ അതിനൊന്നും സമ്മതിക്കാതെ, നമ്മൾ എന്തോരം പ്ലാൻ ചെയ്തതാ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇത് കേട്ട് നമ്മുടെ ലച്ചു വരുന്നുണ്ട്, എന്താണ് ഇവിടെ ഒരു പ്ലാനിങ്, ട്രിപ്പ് പോകണോ, ഞാൻ സമ്മതിക്കില്ല, എനിക്ക് ഇവിടെ ഇരുന്നാൽ മതി എന്ന് പറയും. അപ്പൊ പാറക്കുട്ടി പറയുന്നുണ്ട്, അല്ലെങ്കിൽ ലച്ചു ചേച്ചിക്ക് എവിടെയും പോകണ്ട, വീട്ടിൽ തന്നെ ഇരിക്കണം, ഇതെന്തൊരു സാധനം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ലച്ചുവിന്റെ മെക്കിട്ട് കയറുന്നുണ്ടേ. അപ്പൊ നമ്മുടെ സിദ്ധുവളിയും കുറെ പറയുന്നുണ്ട്, നമുക്ക് എല്ലാവർക്കും കൂടി ഒരു ട്രിപ്പ് പോകാന്നേ, പിള്ളേർക്ക് വെക്കേഷനും കൂടിയല്ലേ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ലച്ചുവിന് സമ്മതമല്ല കേട്ടോ. ലച്ചു അപ്പൊ തന്നെ മുഖവും വീർപ്പിച്ച് നിൽക്കാൻ തുടങ്ങി. അതിനുശേഷം നമ്മുടെ ഭവാനിയമ്മ വരുന്നുണ്ട്. അപ്പൊ ഭവാനിയമ്മ വരുമ്പോൾ നമ്മുടെ പാറക്കുട്ടി വേഗം തന്നെ അമ്മൂമ്മയുടെ അടുത്ത്, അമ്മൂമ്മ പറഞ്ഞാൽ ലച്ചു ചേച്ചി കേൾക്കും, അമ്മൂമ്മ എങ്ങനെയെങ്കിലും സമ്മതിപ്പിക്കാം അമ്മൂമ്മേ എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഭവാനിയമ്മയ്ക്കും താല്പര്യമുണ്ട് കേട്ടോ പുറത്ത് പോകാൻ വേണ്ടി. അപ്പൊ അമ്മൂമ്മ പറയുന്നുണ്ട്, എനിക്കും കുറച്ച് സ്ഥലങ്ങളിൽ പോകാനുണ്ട് എന്ന് പറയുക. അപ്പൊ തന്നെ നമ്മുടെ പാറക്കുട്ടിക്ക് സന്തോഷമായി, അമ്മൂമ്മ പറഞ്ഞാൽ അമ്മൂമ്മയ്ക്ക് പോകണമെങ്കിൽ പിന്നെ ലച്ചു ചേച്ചി കേട്ടോളും എന്നും പറഞ്ഞ് നമ്മുടെ പാറക്കുട്ടിക്ക് ഭയങ്കര സന്തോഷമാട്ടെ. അപ്പൊ ലച്ചു മുഖവും വിറിപ്പിച്ച് അപ്പുറത്തോട്ട് പോകുമ്പോൾ നമ്മുടെ പാറക്കുട്ടി സിദ്ധുവളീൻ്റെ അടുത്ത് പറയുന്നുണ്ട്, അളിയ എങ്ങനെയെങ്കിലും ലച്ചു ചേച്ചിനെ കൊണ്ട് സമ്മതിപ്പിക്കണേ എന്ന് പറയുമ്പോൾ നമ്മുടെ സിദ്ധുവളീന് ഓക്കെ, ഞാൻ എങ്ങനെയും സമ്മതിപ്പിച്ചിരിക്കും എന്ന് പറയുന്നതും കാണാം. നമ്മുടെ സിദ്ധു ലച്ചുവിനെയും കൂട്ടി അവിടെ പാടത്തും പറമ്പത്തൊക്കെ പോകുന്നതും കാണാട്ടോ. അപ്പൊ ഇവര് ആടിപ്പാടി പ്രണയിച്ചൊക്കെ ആട്ടോ പോകുന്നേ. അപ്പൊ ആ പോണ പോക്കില് മിക്കവാറും നമ്മുടെ ലച്ചുവിനെ കൊണ്ട് നമ്മുടെ സിദ്ധോളിയും സമ്മതിപ്പിച്ചിരിക്കും അല്ലെ കൂട്ടുകാരെ. എന്തായാലും കാത്തിരിക്കാട്ടോ, ഒരു കിടിലൻ ട്രിപ്പാട്ടോ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഉപ്പും മുളകിൽ വരാൻ പോകുന്നത് കാത്തിരിക്കാട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും. ഹിയർ ആം ദി മലയാളി സൈനിങ് ഓഫ്.